ബജറ്റിൽ ഫണ്ട് അനുവദിച്ചതോടെ വീണ്ടും ചിറകുമുളയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് കോട്ടയത്തെ ആകാശപാത. 15 കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. 2016 ഫെബ്രുവരിയിലാണ് കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണം തുടങ്ങുന്നത്. പണി തുടങ്ങി 3 മാസമായപ്പോഴേക്കും സംസ്ഥാനത്ത് ഭരണം മാറി. LDF സർക്കാർ അധികാരത്തിലെത്തി. തുടർന്നുള്ള ഒരു 10 വർഷം കാര്യമായി യാതൊരു തരത്തിലുള്ള പുരോഗതിയും പ്രവർത്തനമൊന്നും തന്നെ ഈ ആകാശപാതയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഫണ്ട് തരുന്നില്ല എന്ന് സ്ഥല MLA കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ 10 വർഷം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഭരണം മാറി UDF സർക്കാർ എത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി. ആ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഥമ പരിഗണന ആകാശപാതയ്ക്കാണ് എന്ന് തിരുവഞ്ചൂർ നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്തായാലും VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ 15 കോടി രൂപയാണ് ആകാശപാതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നിയമസഭയിൽ സതീശൻ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ പ്രഖ്യാപനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേട്ടത്. കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. ഇതിനിടയിൽ ആകാശപാത പൊളിച്ചു നീക്കണമെന്ന് നിരവധി റിപ്പോർട്ടുകൾ വന്നു. അത് CPM തന്നെ രാഷ്ട്രീയമായി ഉയർത്തി കാണിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊരു അഭിമാന പദ്ധതിയായി കണ്ടുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തിരുവഞ്ചൂരിൻ്റെയും UDFിൻ്റെയും തീരുമാനം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ആകാശപാതയെ പരിഗണിച്ചത് സംബന്ധിച്ച് ജനങ്ങൾക്കും പറയാനുണ്ട്. സന്തോഷം. നല്ല 10 വർഷമായിട്ട് മുടങ്ങി കിടന്ന സംഗതിയല്ലേ, നല്ല ഇതാ പുരോഗമനം വരട്ടെ. നല്ലതല്ലേ, കാണാൻ നല്ലതായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. കോട്ടയം തന്നെ നല്ല ഒരു ഇതായിരിക്കും. എത്രയും വേഗം ചെയ്യുക. അത് കഴിഞ്ഞുള്ള പരിപാടി മതി. കോട്ടയത്തിൻ്റെ വികസനം കേട്ടോ, ആദ്യത്തെ ഇതായിരിക്കണം. ഞങ്ങളുടെ സ്പീക്കർ ഉള്ളതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും. ഓക്കെ. 10 കൊല്ലം മുമ്പ് തീരേണ്ട സംഭവം 3 കോടി രൂപയെ അത് LDF സർക്കാരിൻ്റെ ശക്തമായ എന്താ പറയുക കരുത്തൽ ഇതുകൊണ്ട് ഇവിടെ 15 കോടിയിലെത്തിച്ചു. ഇനി എങ്ങനെ തീരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. എന്താ പറയുന്നത്, മേളിൽ കട കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടും. അല്ലാതെ ഓപ്പണായിട്ട് ഇട്ടാൽ അതുകൊണ്ട് മറ്റ് പ്രയോജനങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. കോട്ടയത്തിൻ്റെ ഒരു ശാപമായിട്ട് കിടന്നൊരു പദ്ധതി അത് നല്ല രീതി തീർത്തെടുക്കുക എന്നുള്ളത് തിരുവഞ്ചൂരിൻ്റെ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണത്. എത്രയും വേഗം പണി പൂർത്തിയാക്കുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. അങ്ങനെ കോട്ടയംകാർ കാത്തിരുന്ന ആകാശപാതയ്ക്ക് ചിറകുമുളയ്ക്കുകയാണ്. പടവലപ്പന്തലിന് ശാപമോക്ഷമാണ്. കോട്ടയത്ത് നിന്ന് ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്.